വെറും ഒരു ഉരുളക്കിഴങ്ങ് ഒരു മുട്ടയും മാത്രം മതി. ബ്രെഡും വേണ്ട, ദോശമാവും വേണ്ട. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായും കഴിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. ഇതിനായി നമുക്ക് ക്യാപ്സിക്കം വേണം, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഒരേ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മുട്ട, പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് മൈദ വേണം. ഇനി നമുക്ക് ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് വളരെ നൈസായിട്ട് കുനുകുനാന്നിങ്ങനെ അരിയാട്ടോ. നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാവേ. നമുക്കധികം തിക്ക് പാടില്ല, ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നൈസായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴുക്കി കൊടുക്കാവേ. മുട്ടയ്ക്കൊപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 ടീസ്പൂൺ ക്യാപ്സിക്കവും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അത് ബാലൻസ് ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തോളൂ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ഒന്ന് റെഡി ആവണ വരെ നന്നായിട്ടൊന്ന് കലക്കി നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഒന്നും എരിവിൻ്റെ ഫീലിംഗ് തോന്നിയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒരു പിഞ്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ബാറ്റർ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അത് ചൂടായതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്കതിലിട്ട് കൊടുക്കാം കേട്ടോ. നൈസായി അരിഞ്ഞത്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് പരത്തി എല്ലാവിടെയും വേവണ പോലെ വെക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡ് നന്നായിട്ട് മറിച്ച് വെന്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ് ജസ്റ്റ് ഒന്ന് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ ബാറ്റർ ഇതിൻ്റെ മേലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുട്ടയും ക്യാപ്സിക്കവും എല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്യണതുപോലെ ഒഴിച്ചു കൊടുക്കണേ. എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ക്യാപ്സിക്കം ഒരു കളർഫുള്ളായിട്ട് വരണമല്ലോ. അപ്പോൾ ക്യാപ്സിക്കമൊക്കെ എല്ലായിടേക്കും പരത്തിയ ശേഷം ഇങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. നമ്മൾ ഗ്യാസ് ലോയിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കഴിയുമ്പോൾ പതുക്കെ പൊട്ടാതെ മറിച്ചിടണം കേട്ടോ. മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഇനി ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മറിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് തട്ടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഓംലേറ്റ്, അതായത് ഉരുളക്കിഴങ്ങും മുട്ടയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണോ അതോ ഈവനിങ് സ്നാക്സ് ആണോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ നല്ല ചൂടോടുകൂടി കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു കട്ടൻ്റെ കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങും എഗ്ഗും ആയിട്ടുള്ള ഒരു അടിപൊളി ഓംലേറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ മുട്ട ദോശ എന്നൊക്കെ വിളിക്കുന്ന പോലെ അടിപൊളിയായിട്ടൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെ മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. മുറിച്ച് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമുള്ള കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കും കൊടുത്തു വിടാം. അതുപോലെ തന്നെ സ്നാക്കായിട്ട് വീട്ടിൽ വന്നാൽ നമുക്ക് മുറിച്ച് ഇതേപോലെ കേക്ക് പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവരിരുന്ന് കഴിച്ചോളും. അപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ ക്യാരറ്റ് ചെറുതായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കളറും ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇച്ചിരി കൂടെ കഴിക്കാനും ആഗ്രഹം ഉണ്ടാവും. പിന്നെ നമുക്കൊരു എല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് ചീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മെൽട്ടായി നിൽക്കുമ്പോൾ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കിയ പിസ്സ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഈവനിങ് സ്നാക്സ് ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ ഒരേ ഒരു കാര്യം, ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പുതിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായോ എന്ന് എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.